എന്റെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ എപ്പോഴാണ് എന്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വരിക? ഞാൻ മോണിറ്റൈസേഷൻ ആയ ശേഷമാണോ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഒട്ടനവധി ഡൗട്ടാണ് നമ്മുടെ ഫാമിലിക്ക്. അതുകൊണ്ട് തന്നെ ഈ ആഡ്സെൻസ് പരമായിട്ടും റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടും അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ ഫാമിലിക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ സിമിലിയർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും യൂട്യൂബേഴ്സ് ഫോർ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യത്തെ വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്, അതായത് ഇവിടെ ഞാൻ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, എന്റെ ചാനലിൽ 4000 വാച്ചവറും സബ്സ്ക്രൈബറും ആയി. ഓക്കെ, 1000 സബ്സ്ക്രൈബറും ആയി, പക്ഷേ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല മക്കളെ, റീയൂസ്ഡ് കണ്ടന്റ് ആയി വരുന്നു. കാരണം എന്തെന്ന് അറിയില്ല. 1 മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്ത് റീയൂസ്ഡ് കണ്ടന്റ് വരുമോ ഇക്ക എന്നിവിടെ ഒരു ബ്രദർ ചോദിച്ചിട്ടുണ്ട്. ബ്രദറോ സിസ്റ്ററോ ആരായിക്കോട്ടെ, അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്താൽ വരുമോ എന്ന് ചോദിച്ചത് ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇത് പിക്ക് ചെയ്തത്. നമ്മുടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഗൂഗിളിൽ നിന്ന് ഫോട്ടോസ് എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ എന്നോട് പേഴ്സണലായിട്ട് വാട്സപ്പിലും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, വാട്ടർമാർക്ക് ഇല്ലാതെ ഫോട്ടോ എടുക്കുക, അങ്ങനെ എടുത്തിട്ട് മറ്റുള്ളവർ യൂസ് ചെയ്തിട്ടുള്ള അതേ ഒരു ഫോട്ടോ വെച്ചിട്ടാണ്, നിങ്ങൾ എഡിറ്റിംഗ് പർപ്പസ് ഇല്ല, ക്രിയേറ്റിവിറ്റി ആ ഫോട്ടോയിൽ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് കാര്യമില്ല. കാരണം ആ ഫോട്ടോ എടുത്തിട്ട് പലവരും പല വീഡിയോ മുമ്പേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഗൂഗിളിലൊക്കെ ഫോട്ടോസ് എടുക്കുന്നത് വാട്ടർമാർക്ക് ഉള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പണിയും കിട്ടും. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴും അതുപോലെ തന്നെ നിശ്ചലമായിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് വെറുതെ വോയിസ് ഓവർ കൊടുത്താലൊന്നും മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇതുമായി ഡീറ്റെയിൽ ആയിട്ട് വരും ദിവസം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെ ചാനലാണെന്ന് പ്രോപ്പറായി കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഇന്ന പോലെയുള്ള കണ്ടന്റ് ആണില്ലേ, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധ്യം നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വെച്ചാൽ റീ ആയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടന്റ്, അതൊരിക്കലും യൂട്യൂബിൽ അനുവദനീയമല്ല, പോളിസിക്ക് നിരക്കാത്തതാണ്. അതുകൊണ്ട് മോണിറ്റൈസേഷൻ കിട്ടില്ല. 30 ദിവസത്തെയാണ് ആദ്യത്തെ പെനാൽറ്റി കിട്ടുക. വീണ്ടും നിങ്ങൾ അത് ആവർത്തിച്ചാൽ 30 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യും. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിരിക്കണം. ആ സമയം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പെനാൽറ്റി കിട്ടിയാൽ 3 മാസം ഹോൾഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ റീയൂസ്ഡ് കണ്ടന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടേതല്ലാത്ത വീഡിയോസ് ഒരു കാരണവശാലും വാട്സപ്പ് ത്രൂ ആര് തന്നാലും ഇടരുത്. നിങ്ങളുടെ തന്നെ വീഡിയോസ് കട്ട് ചെയ്തിട്ട് ഷോർട്സിൽ ഇടരുത്. നിങ്ങളുടെ ഇപ്പോൾ ലോങ് വീഡിയോയിൽ ഇട്ടിട്ട് അതൊന്നും ഒരു 30 സെക്കൻഡ് 50 സെക്കൻഡ് 60 സെക്കൻഡ് അതേപടി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഷോർട്സിൽ ഇടരുത്. അത് റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം വരും. എഡിറ്റിംഗ് പർപ്പസോട് കൂടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് പേർക്ക് അതൊന്നും അറിയാത്തത് കൊണ്ട് വീണ്ടും അത്തരത്തിലുള്ള വീഡിയോസ് ഇട്ടിട്ട് അവരുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. മോണിറ്റൈസേഷൻ കിട്ടാത്തവരാണെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. റീയൂസ്ഡ് കണ്ടന്റിനെ കുറിച്ച് ഒരുപാട് വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഫാമിലി ഒരുപാട് പേര് വന്നിട്ട് എന്റെ ചാനൽ ചെക്ക് ചെയ്യോ, ഏത് വീഡിയോയ്ക്കാണ് റീയൂസ്ഡ് എന്ന് പറഞ്ഞു തരുമോ ചോദിക്കാറുണ്ട്. അങ്ങനെ ഏത് വീഡിയോ, ഇന്ന വീഡിയോ പർട്ടിക്കുലർ വീഡിയോയ്ക്കാണ് റീയൂസ്ഡ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപാട് വീഡിയോ ഫിലിം ഷോർട്സുകൾ, ഫിലിമിന്റെ ബിഗ് ബോസിന്റെ ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ ആരംഭിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരുപാട് പേര് സ്ക്രീൻ റെക്കോർഡ് സഹിതം അവരുടെ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡ് എടുത്തിട്ടൊക്കെ ഇടാറുണ്ട്. അതെല്ലാം റീയൂസ്ഡ് ആണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആയിട്ടും പോകും, റീയൂസ്ഡ് കണ്ടന്റും കിട്ടും, മോണിറ്റൈസേഷൻ കിട്ടില്ല. അവിടുത്തെ പാർട്ടുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വീഡിയോസ് ഇടാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ആരും അതിന് തുനിയണ്ട. എന്തെങ്കിലും അഭിപ്രായം പറയാം. നിങ്ങൾ 2 പേര് ഇരുന്നിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസിന്റെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ ഫേസ് വാല്യൂ കാണിച്ചോട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. ഒരിക്കലും അവരുടെ ഫൂട്ടേജുകൾ എടുത്തുകൊണ്ട്, ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ, ഒരിക്കലും ഫൂട്ടേജുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ പ്രദർശിപ്പിക്കരുത്. നിങ്ങൾക്ക് പണി കിട്ടും. ഇതിപ്പോ പറയാൻ പറ്റിയത് എന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പൊ ബിഗ് ബോസ് ആരംഭിക്കുന്ന ടൈമാണ്. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് ബിഗ് ബോസ് ആരംഭിച്ചാൽ അവരുടെ ഫൂട്ടേജ് ഒക്കെ എടുത്തിട്ട് ഞാൻ നല്ല രീതിയിൽ റീച്ച് കിട്ടും, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ കരുതും. പക്ഷെ അവിടെ നമ്മുടെ താളം തെറ്റും. കാരണം നല്ല രീതിയിൽ റീച്ച് ഒക്കെ കിട്ടും. 4-5 വീഡിയോസ് ഇടുമ്പോഴേക്കും റീച്ച് കിട്ടും. പക്ഷെ 5ാമത്തെ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ചാനലിൽ ഉണ്ടാവണമെന്ന് അവിടെ യാതൊരു ഗ്യാരണ്ടിയില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയൂ. നിങ്ങളുടെ ഫേസ് വാല്യൂ കാണിച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലാണ് നമ്മുടെ ചാനൽ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് ചുളിവിലൂടെ പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് റീച്ച് ചെയ്തിട്ട് നല്ലൊരു കാശ് ഉണ്ടാക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ ഇപ്പൊ പോളിസി പ്രകാരം, ഇപ്പൊ യൂട്യൂബിലെ പോളിസിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നത് പ്രകാരം സാധിക്കില്ല. മുമ്പൊക്കെ റീയൂസ്ഡ് കണ്ടന്റ്, റിപ്പീറ്റഡ് കണ്ടന്റ് ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മുമ്പൊക്കെ ഒരുപാട് പേര് പൈസ സമ്പാദിച്ചിട്ടുണ്ട്. പലവിടുന്ന് വീഡിയോസ് എടുത്തിട്ടും ഒക്കെ ആയിട്ടൊക്കെ നല്ല കാശ് സമ്പാദിച്ചവരുണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെ യൂട്യൂബിന്റെ പോളിസിയും അതുപോലെ അൽഗോരിതവും എല്ലാം സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ സ്വന്തം കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് യാതൊരു പേടിയും വേണ്ട, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, ഇതാണ് ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ കേട്ടോ. കുറച്ച് കൂടുതലാണ്, റീയൂസ്ഡ് കണ്ടന്റ് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതലായി പറഞ്ഞത്. ഒരു സംശയമുണ്ട്, ഗൂഗിൾ ആഡ്സെൻസ് എപ്പോഴാണ് ചെയ്യേണ്ടത്? 500 സബ്സ്ക്രൈബർ പിന്നെ 3000 വാച്ച് അവർ കഴിയുമ്പോൾ കിട്ടുമോ, അതോ 4000 വാച്ച് അവർ 1000 സബ്സ്ക്രൈബർ വേണോ? ഇത് നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ഇപ്പോഴും അറിയില്ല 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ച് അവറും കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുക എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. എന്താണെന്ന് അറിയാം, അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് 500 സബും 3000 വാച്ച് അവറും കംപ്ലീറ്റ് ആയാലാണ് മോണിറ്റൈസേഷൻ കിട്ടുക, പിന്നെ ആഡ്സ് വരാൻ തുടങ്ങും. കാരണം
തുടക്കത്തിലെ ആഡ്സ് വരുന്നുണ്ട്. മോണിറ്റൈസേഷൻ ആവാത്ത മുമ്പേ വീഡിയോയിൽ ആഡ്സ് വരുന്നുണ്ട്. അത് ശരിയാണ്, അത് യൂട്യൂബ് ആഡ്സ് കൊടുക്കുന്നുണ്ട്, അതിന്റെ റവന്യൂ യൂട്യൂബ് തന്നെയാണ് വെക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ചാനലിൽ നിന്ന് നമുക്ക് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബർ 4000 പബ്ലിക് വാച്ച് അവറും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയാലും നമുക്ക് റവന്യൂ കിട്ടുള്ളൂ. 500 സബ്സ്ക്രൈബറും 3000 വാച്ച് അവറും കംപ്ലീറ്റ് ആയാൽ ഹാഫ് മോണിറ്റൈസേഷനെ കിട്ടുള്ളൂ. ഈ ഒരു ഹാഫ് മോണിറ്റൈസേഷനിൽ കിട്ടുന്നത് എന്താണെന്ന് അറിയോ? സൂപ്പർ ചാറ്റ്, സൂപ്പർ താങ്ക്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യം, മെമ്പർഷിപ്പ്, ജോയിൻ മെമ്പർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് ആരിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അറിയോ? നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സ് ഒരു പൈസ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡൊണേറ്റ് ചെയ്യും, പിന്നീട് എപ്പോഴും ഡൊണേറ്റ് ചെയ്യണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ നമ്മുടെ തന്നെ ജോയിൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് എന്റെ പേഴ്സണൽ നമ്പറിന് വേണ്ടിയിട്ട് ജോയിൻ മെമ്പർഷിപ്പ് എടുക്കും. അത് അവർ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? മെമ്പർഷിപ്പ് ഒഴിവാക്കും. നമ്മൾ അതിന് യാതൊരു ബുദ്ധിമുട്ടും പറയുന്നുമില്ല. കാരണം അതെങ്കിലും ഒരു 59 രൂപ കൊടുത്തിട്ടെങ്കിൽ നമ്മുടെ ജോയിൻ മെമ്പർഷിപ്പ് എടുത്ത് വരാൻ സാധിക്കുന്നവർ വരും. ഇപ്പോഴും ജോയിൻ മെമ്പർഷിപ്പ് നിലവിൽ പുതുക്കിക്കൊണ്ടേ പോണവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് ഒരാളോട് നിർബന്ധിക്കൊന്നുമില്ല. എന്റെ പേഴ്സണൽ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ മെമ്പർഷിപ്പ് എനേബിൾ ചെയ്ത് വെക്കാം. അതിൽ വലിയ ഭീമമായ തുക സമ്പാദിക്കാനും സാധിക്കില്ല. അത് തുക സമ്പാദിക്കണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ അതിൽ നല്ലൊരു എമൗണ്ട് വെക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ സർവീസ് ആവശ്യം ഉണ്ടെങ്കിലൊക്കെയാണ് അങ്ങനെ ഒരു പേയ്മെന്റ് അടച്ചിട്ട് ആളുകൾ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുള്ളൂ. അതിൽ തന്നെ കുറച്ച് ശതമാനം യൂട്യൂബ് കൈവശം വെച്ച് കുറച്ചാണ് നമ്മുടെ ആഡ്സെൻസ് ത്രൂ ആണ് കയറുന്നത്, നമ്മുടെ ആഡ്സ് അക്കൗണ്ടിക്കല്ല. ഇപ്പൊ ഈ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുന്നവരുടെ ആ പൈസ 59 രൂപ നേരിട്ട് എന്റെ അക്കൗണ്ടിക്കല്ല വരുന്നത്, ആഡ്സെൻസിലാണ് അപ്ഡേറ്റ് ആകുന്നത്. ഓക്കെ, ആഡ്സെൻസ് ത്രൂ ആണ് അപ്ഡേറ്റ് ആകുന്നത്. അപ്പൊ എടുക്കുന്നവർ അങ്ങനെ എടുത്താല് ക്യാൻസൽ ചെയ്യാൻ അതിൽ തന്നെ ആ സെറ്റിംഗ്സിൽ പോയിട്ട് തന്നെ ക്യാൻസൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ എടുത്ത ആൾക്കാണ്. ഇതും കൂടി പറയണം. എന്താ പറയുക, ഒരു 599 എടുത്തിട്ട് ഇക്ക 2-3 ട്രിപ്പ് ഇക്കാൻ്റെ അടച്ചു 599 രൂപ, പിന്നെയും കട്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ താഴെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ ജോയിൻ ചെയ്ത് അവിടെ തന്നെ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാൻസൽ ചെയ്താൽ അത് പോകുന്നതായിരിക്കും, പിന്നെ നിങ്ങളുടെ കട്ടാവില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിലൂടെ ചേർത്ത് തന്നെ കേട്ടോ. അപ്പൊ ഇതാണ് ഉപകാരം. ഹാഫ് മോണിറ്റൈസേഷന്റെ ഉപകാരം എന്താണ്? ആരെങ്കിലും ഡൊണേറ്റ് ചെയ്താൽ, നമ്മുടെ ഫാമിലി വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ ഡൊണേറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് അറിയോ? 1000 സബ്സ്ക്രൈബർ 4000 പബ്ലിക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക. നമ്മുടെ ആഡ്സ് ത്രൂ, വീഡിയോയുടെ ആഡ്സ് ത്രൂ കിട്ടുന്ന വരുമാനത്തെ ആശ്രയിച്ചാൽ മതി. ഓക്കെ, അതാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗൂഗിൾ ആഡ്സെൻസ് എപ്പോഴാണ് ചെയ്യേണ്ടത്, അതാണ് മെയിൻ ചോദ്യം. അപ്പൊ 500 സബ്ബും 3000 വാച്ച് അവറും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് വീഡിയോയുടെ ആഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ 4000 പബ്ലിക് വാച്ച് അവർ ആയിരിക്കണം. അപ്പൊ നിങ്ങളുടെ എന്താണെന്ന് അറിയാം, 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ 4000 ആയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? 4000 ആവണവരെ ഹോൾഡ് ആവും. അതായത് വീണ്ടും ആ ഗ്രാഫ് കാണിക്കും, നിങ്ങളുടെ വാച്ച് അവറിന്റെ കംപ്ലീറ്റ് ആവാത്ത ഗ്രാഫ് കാണിക്കും. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് പറഞ്ഞിട്ട് വേറൊരു പേജാണ് വരിക. അതിൽ വാച്ച് പേജ് ആഡ്സ്, ഷോർട്ട് സ്പീഡ് ആഡ്സ്, അതൊക്കെ ഓൺ ആക്കേണ്ട ഓപ്ഷനാണ് വരിക. പിന്നെ നിങ്ങൾക്ക് ആഡ്സെൻസിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം 3000 വാച്ച് അവർ ആയപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്തു, ഡൺ ആക്കി. പിന്നെ ഇൻ പ്രോഗ്രസ്സിൽ പോകുമ്പോൾ, മൂന്നാമത്തെ സ്റ്റെപ്പ് ഇൻ പ്രോഗ്രസ്സിൽ പോകുമ്പോൾ നിങ്ങളുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് 4000 ആവണം എന്നുള്ള ആ പേജാണ് വരിക. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വാച്ച് പേജ് ആഡ്സ്, ഷോർട്ട് സ്പീഡ് ആഡൊക്കെ ഓൺ ആക്കേണ്ട ഓപ്ഷനാണ് വരിക. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതാണ് പക്ക നല്ലൊരു ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, എലിജിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ആക്കിയാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, 500 സബ്ബും 3000 വാച്ച് അവറും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ 1000 സബ്ബും 4000 പബ്ലിക് വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് ആഡ്സെൻസ് ഓപ്പൺ ആക്കാൻ പറ്റും. എലിജിബിലിറ്റി കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ആഡ്സെൻസ് ഓപ്പൺ ആക്കിയാൽ മതി. ഓക്കെ, ഇതാണ് അതിനുള്ള ചോദ്യത്തിന് ഉത്തരം. ഓക്കെ, ഇനി ചേട്ടാ ഒരു സംശയം, ചാനലൊക്കെ തുടങ്ങി 1 വർഷമായി, എല്ലാം ചെയ്തു, ക്യാഷ് കിട്ടാൻ തുടങ്ങി എന്ന് തന്നെ കൂട്ടിക്കോ. പിന്നെ നമ്മൾ വേറെ പുതിയ മൊബൈൽ വാങ്ങുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയ മൊബൈലിലേക്ക് എങ്ങനെ കിട്ടും? നേരത്തെ ചെയ്തു വെച്ച ഗൂഗിൾ ആഡ്സെൻസ് ഒക്കെ നഷ്ടപ്പെടില്ലേ? പ്ലീസ് റിപ്ലൈ. ഇത് അടിപൊളി ചോദ്യമാണ്. ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് പുതിയ ഫോണൊക്കെ വാങ്ങുമ്പോൾ, ഇതിപ്പോൾ പഴയ ഫോണായി കഴിഞ്ഞാൽ ഞാനൊരു പുതിയ ഫോൺ വാങ്ങിയാൽ എനിക്ക് അതിൽ ചാനൽ കിട്ടണം. അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ചിന്തിക്കാറുള്ളവരുണ്ട്, അങ്ങനെ ഡൗട്ട് അടിച്ച് നടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ആ മെയിൽ ഐ ഡിയിൽ ആഡ്സെൻസ് ഉണ്ട്. ആഡ്സെൻസ് ഞാൻ ഈ ഒരു ഫോണിലൂടെ ഓപ്പൺ ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ ഒരു ആഡ്സെൻസ് എനിക്ക് ആ ഫോണിലും കിട്ടുമോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ 2 കാര്യമാണ്. ഒന്ന്, ചാനൽ എങ്ങനെ വേറെ പുതിയ ഫോണിലേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് ഒന്നുമില്ല, ആ ചാനൽ തുടങ്ങിയ ഇമെയിൽ ഐ ഡി പാസ്വേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് പേര് പറയാറുണ്ട് പാസ്വേഡ് ഓർമ്മയില്ല. ഇമെയിൽ ഐ ഡിയായിട്ടൊക്കെ ഓർമ്മയില്ലാത്ത ആളുകളുണ്ട് നമ്മുടെ ഫാമിലിയിൽ. ഇമെയിൽ ഐ ഡി എഴുതി വയ്ക്കുക. പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി പോയിട്ട് പ്രൊഫൈൽ ഇൻഫോയിൽ പോയിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എപ്പോഴും എഴുതി വെക്കുക, ഒരു ഡയറിയിൽ എഴുതി വെക്കണതാണ് ബെറ്റർ. അപ്പൊ ഈ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും, ഈ 2 സംഭവങ്ങളുണ്ടല്ലോ, ഇത് എടുത്തിട്ട് നിങ്ങളുടെ പുതിയ ഫോണിൽ
പുതിയതായിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൽ ആദ്യം തന്നെ ഗൂഗിളിൽ ആക്സസ് കൊടുക്കുമ്പോൾ അതേ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ കൊടുക്കുമ്പോൾ ഒരു OTP നിങ്ങളുടെ പഴയ ഫോണിലേക്ക് വരും. എന്താണ് ഈ ഡിവൈസ് ആയതുകൊണ്ട് ഈ ഡിവൈസിന് ഇറ്റ്സ് മീ ഇറ്റ്സ് മീ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇറ്റ്സ് മീ എന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക, പഴയ ഫോണിൽ ക്ലിക്ക് ചെയ്താലേ അവിടെ നിങ്ങൾക്ക് ആക്സസ് കിട്ടുള്ളൂ, ആ പുതിയ ഫോണിൽ ആക്സസ് കിട്ടുള്ളൂ. അത് ആക്സസ് കിട്ടിയ ശേഷം പിന്നെ നിങ്ങളുടെ ആ ഫോണിൽ നിങ്ങൾക്ക് ആക്സസ് ആയി, നിങ്ങളുടെ Gmail ID ഓപ്പൺ ആയി, അതിനുശേഷം നിങ്ങൾക്ക് അതിലുള്ള നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ആക്കാം, ചാനൽ ഓപ്പൺ ആക്കാം, എല്ലാം അതിൽ നിങ്ങൾക്ക് ക്രോമിൽ പോയിട്ട് ഓപ്പൺ ആക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്, അതിൽ പേടിക്കാനൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ആഡ്സെൻസും അതിൽ കിട്ടും കേട്ടോ, പുതിയ ഫോണിലോട്ട് കിട്ടും. നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഇത്രയും വളരെ എളുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതിലൂടെ തന്നെ അറിയും വിചാരിക്കണു, വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾക്ക് അതിൽ ഓൾറെഡി Gmail ID ഉള്ള ഒരു ഫോണിലാണ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ആ ഒരു Gmail ID ഓപ്പൺ ആക്കുക, അതിന്റെ താഴെ തന്നെ ആഡ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരും. ആ Gmail ID യിൽ തന്നെ പോയിട്ട് ആ Gmail ID യിൽ തന്നെ ആഡ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് അതിൽ എൻട്രി ചെയ്തിട്ട് അപ്പോഴും നിങ്ങൾക്ക് പഴയ ഫോണിലോട്ട് ഒരു ആക്സസിന്റെ ഒരു OTP വരും, ഒരു പോപ്പപ്പ് പോലെ യെസ് ഇറ്റ്സ് മീ എന്നുള്ളത് ഓപ്ഷൻ വരും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക, ഒരു നമ്പർ, ഒരു പോപ്പപ്പ് ആയിട്ട് ഒരു നമ്പർ, 3 നമ്പർ വരും. അതിലൊരു നമ്പർ നിങ്ങൾ ക്ലിക്ക്, അതിൽ കാണിക്കുന്ന നമ്പർ ആയിരിക്കണം ഇതിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ആയി, കാരണം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തതിന്റെയാണ്. അപ്പൊ അത്തരത്തിൽ സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൂഗിളിന്റെ. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിലോട്ട് ആക്സസ് കിട്ടും. ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ഫോണിൽ വേറെ ഡിവൈസിലൊക്കെ നിങ്ങളുടെ ഈ ഒരു യൂട്യൂബ് അക്കൗണ്ടും ആഡ്സെൻസ് ഒക്കെ ഉപയോഗിക്കാം. ആഡ്സെൻസ് വേറൊരു അക്കൗണ്ട് ആയിട്ട്, അതായത് ഒരുപാട് പേര് സെയിം അക്കൗണ്ട് ആയിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, വേറൊരു Gmail-ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ Gmail ID ആ ഒരു ഫോണിലൂടെ ആക്സസ് കിട്ടിയ ശേഷം അതിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് യൂട്യൂബിന്റെ ഇമെയിൽ ID ഇതിലും ആഡ്സെൻസിന്റെ അതിലും ആ ഒരു ഫോണിലും ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ആക്കി നോക്കാൻ പറ്റും. അതൊന്നും വിഷയമല്ല കേട്ടോ. Gmail ID പാസ്വേഡും എപ്പോഴും സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ വെച്ചാൽ മതി. ഒരിക്കലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യരുത്, അറിയാത്തവരായിട്ടൊന്നും ഷെയർ ചെയ്യരുത്, പാസ്വേഡ് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യരുത്. എപ്പോഴും സെക്യൂർ ആക്കി വെക്കുക കേട്ടോ. ഈ കാര്യം വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക. നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങൾ, ഇതിനെ കുറിച്ചുള്ള ആൻസർ കിട്ടിയാൽ വളരെ ഉപകാരമായി എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, വാല്യുബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്തോളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ പിക്ക് ചെയ്തിട്ട് അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും വാല്യുബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പിക്ക് ചെയ്തിട്ട് ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.